എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു, ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു. 2 തവണ 3 തവണ ക്യാൻസൽ ചെയ്തു. അപ്പൊ മൂന്നാമത്തെ തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താ എനിക്ക് നാണക്കേടാ. അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി. ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ ആങ്കർ ചേഞ്ച് ആയി. അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത്, മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ്. വളരെ മോശമായി പോയി. മുമ്പത്തെ ആങ്കർക്ക് മറീനെ ആങ്കർ ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി പോയി പോലും. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. പുള്ളിക്കാർക്ക് താല്പര്യമില്ല. അപ്പൊ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. നമുക്കറിയാം എബി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുന്നത് 2017 അപ്പൊ ആ സമയത്ത് ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാകണം. പിന്നെ കമന്റ് ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് പേളിമാണിയാണ് ആള് എന്നുള്ളത്. പക്ഷെ തുടർന്ന് അങ്ങോട്ട് പേളിമാണിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില സൂചനകൾ മറിയാൻ നൽകുന്നുണ്ട്. അതായത് ഞങ്ങളെ കാണാൻ ഒരുപോലെ ആണെന്നുള്ള രീതി. അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോകും. നമുക്കറിയാം പേളിമാണിന്റെ ഒരു കോലവും മറീനിന്റെ കോലവും ഏകദേശം ഒരേപോലെയാണ്. ചുരുളമുടി മുന്നോട്ടൊക്കെ ആക്കി. സംസാരിക്കണം, ഞങ്ങൾ അത്രക്കാരല്ല. പുള്ളിക്കാരി ഇപ്പൊ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. എന്നെ വിട്ടേക്ക്, എന്റെ പൂർവ്വചരിത്രം ഇവിടെങ്ങാനും പറഞ്ഞാൽ അതോടെ എല്ലാം തീരും. പിന്നെ ആളൊരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ അതെല്ലാം കൂടി ചേർത്ത് ഗണിച്ചു കുണിച്ച് നോക്കുന്ന സമയത്ത് പേളിമാണി എല്ലാതിരിക്കാനുള്ള ഒരു ചാൻസ് കൂടെ കാണുന്നില്ല. ഈ കഥ ശരിയാവില്ല, ഇത് തിരുത്തിയെഴുതണം, തിരുത്തിയെഴുതില്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അതൊരു തൊഴിൽ, എന്താ പറയാ, എന്റെ ജോലി ഇല്ലാണ്ടാക്കിയ കാര്യല്ലേ. സാറേ, ഒരു വെള്ള ക്ലാസ്സിൽ എനിക്ക് കേസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല എഴുതി ഒപ്പിട്ടു സാർ. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഈ ഇന്റർവ്യൂ അത്യാവശ്യം ചർച്ചയായതോടെ മറ്റൊരു ഇന്റർവ്യൂവിൽ വെച്ച് വേറൊരു ആങ്കർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അന്ന് ഉദ്ദേശിച്ച ആള് പേളിമാണിയാണോ എന്ന്. സമയം മോശമാവുമ്പോ അരഞ്ഞാണം വരെ പാമ്പായി നിൽക്കും. എന്തായാലും ഞാനത് ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഒരു അയ്യോ ഞാനിങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ വേണ്ടി പറഞ്ഞതാണ്. അതെനിക്ക് തോന്നുന്നു ആ വ്യക്തിക്ക് കൺവേ ആയിട്ടുണ്ടാവണം. നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ. എല്ലാം എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ. അപ്പം അവർക്ക് എന്തായാലും തോന്നിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഉറപ്പായിട്ടും ഞാൻ അവരുടെ പേര് പറയില്ല. അപ്പം തിന്നാ പോരെ, എന്തിനാ കുഴി എണ്ണം. പേരെന്തായാലും ഞാൻ പറയില്ല. പക്ഷെ ഇതേ ആള് തന്നെ പേളിമാണി ആണോ എന്ന് ചോദിക്കുമ്പോൾ നിഷേധിക്കുന്നുമില്ല അല്ലേ. ഇത് കാണുന്ന ചോറ് നിന്ന് ആർക്കും മനസ്സിലാക്കും ഉദ്ദേശിച്ച പേളിമാണി തന്നെയാണ് എന്നുള്ളത്. ഇതെല്ലാം കലങ്ങുന്ന ലക്ഷണമാ. എന്നാ ഞങ്ങൾ നാട്ടിലോട്ട് വലിഞ്ഞോട്ടെ. ഒരുപാട് നാളായില്ലേ താൻ ഈ മൊമെന്റിന് വേണ്ടി കഷ്ടപ്പെടുന്നു. കുറച്ച് ലേറ്റ് ആയി പോയിന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പോകുന്നു. ബൈ ബൈ.